ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. രാജീവും പറഞ്ഞതാണ് ശരി. ഇതൊക്കെ സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ പ്രോബ്ലമാണ്. സാറ് തന്നെ ന്യായീകരിക്കുകയാണോ? പറയുന്ന കാര്യമാണെങ്കിൽ ആര് പറഞ്ഞാലും അംഗീകരിക്കണം. നമ്മളൊക്കെ കടന്നു വന്നിട്ടുള്ള പ്രായമാണെങ്കിലും കൗമാര മനസ്സുകളെ നാം വേണ്ട വിധം മനസ്സിലാക്കിയിട്ടില്ല. വളരെ കുഴപ്പം പിടിച്ച പ്രായമാണത്. സാമൂഹ്യ വിലക്കുകൾ ലംഘിച്ച് പലതും ചെയ്യാൻ വെമ്പുന്ന പ്രായം. സ്നേഹം കൊണ്ടേ അവരെ മാറ്റിയെടുക്കാൻ പറ്റൂ. മാനസിക പീഡനം തെറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി വർദ്ധിപ്പിക്കുകയുള്ളൂ. സുധിയുടെ കാര്യത്തിൽ പ്രേമേന്ദ്രൻ വളരെ അയഞ്ഞൊരു നിലപാട് സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. സാറിന് അവൻ അറിയാൻ വയ്യാഞ്ഞിട്ടാ. സൂചി കയറ്റുന്നിടത്ത് തൂമ്പ കയറ്റുന്ന സൈസാ. അയഞ്ഞു കൊടുത്താലേ അവനെന്റെ തലയിൽ കയറും. മിണ്ടാതെയും പറയാതെ ഒരു അകലത്തിൽ നിർത്തിയിരിക്കുന്നുണ്ടാ ഇപ്പൊ അല്പമെങ്കിലും ബഹുമാനമുള്ളത്. അത് ബഹുമാനമാണെന്ന് ആര് പറഞ്ഞു? നമ്മൾ അധ്യാപകരുടെ ഒരു തെറ്റിദ്ധാരണയാണ്. കളിയും തമാശയും പറഞ്ഞ് നാം കുട്ടികളോട് കൂടുതൽ അടുത്തിടപഴകിയാൽ ബഹുമാനം കുറഞ്ഞു പോകുമെന്ന് കരുതി കൃത്രിമ ഗൗരവം നടിച്ച് നാം അവരോട് സംസാരിച്ചാൽ അവർക്ക് അധ്യാപകരോട് ഒരുതരം വരുത്തിത്തീർത്ത ബഹുമാനമാണ് തോന്നുക. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് തന്നെ പൊക്കിക്കൊണ്ടുപോകുന്ന രാജീവനോട് സുധിക്ക് തോന്നുന്ന ഉള്ളിത്തട്ടിയ ബഹുമാനമാണ്, തന്നോട് തീർത്താ തീരാത്ത പകയും. അത് ഒരളവ് വരെ സുലോചനയ്ക്കും കാണും. സുധി അവരുടെ സഹോദരനല്ലേ. അതുകൊണ്ടാണ് രാജീവും പറഞ്ഞത് സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട പ്രോബ്ലമാണ്. അതൊക്കെ ശരിയായിരിക്കാം. പക്ഷെ തന്നെ കവിഞ്ഞ് ആരും ഇല്ലാന്ന മട്ടിലുള്ള നടപ്പും സംസാരവും ക്ലീൻ ഇമേജും അതൊക്കെ അംഗീകരിച്ചു കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ഇതേ ഒരുതരം അസൂയ. ഒരു മിനിറ്റ്, ഞാൻ ഒരെണ്ണം വീശിട്ട് വരാം. വീശി? സ്റ്റുഡൻസ് ആരെങ്കിലും കണ്ട മോശം സാറേ. എടോ, സ്റ്റുഡൻസിന് എല്ലാം അറിയാം ഞാൻ കുടിക്കുമെന്ന്. കുടിക്കാത്ത തന്നോടുള്ളതിനൊക്കെ റെസ്പെക്ട് അവർക്ക് എന്നോടുണ്ട്. ഒരു സിസർ തന്നെ. അയ്യോ, ഇവിടെ നിർത്തോ. ചാടല വണ്ടി നിർത്തട്ടെ. വണ്ടി നിർത്തട്ടെ. പോയല്ലോ, എന്റെ കൈ മുറിഞ്ഞു. വാ 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 വാ, അമ്മയും മരുമ്പോൾ ഇറങ്ങി വാ. എന്താടാ എന്തിനാ കിടന്ന് വിളിക്കുന്നേ? വാ വാ. നീ എന്താടി പറഞ്ഞത്? അപ്പുറത്തവന്റെ കാല് കഴുകി വെള്ളം കുടിക്കാനല്ലേ? ആ വെള്ളം കുടിച്ചാലേ ഫിറ്റാവും. ഫിറ്റ് കണ്ടടി, ആ മാന്യന്റെ തനിനിറം ഞാനിന്ന് കണ്ടു. നീ എന്തൊക്കെയാ പ്രേമായി പറയുന്നേ? രാധികയുടെ രാജീവനെ പറ്റി പറയുമ്പോ അമ്മയ്ക്കും മരുമോക്ക് ഒരു മുഴം നാക്കായിരുന്നല്ലോ. ആ സൽസ്വഭാവി മൂക്കറ്റം കുടിച്ച് ബാറിൽ നിന്ന് അടിച്ച് പിരിഞ്ഞു വരുന്നത് ഇന്ന് ഞാൻ കണ്ടു. എടാ, നീ ജനിച്ച പിന്നെ ഇത്ര സന്തോഷിച്ച് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ശത്രുക്കളാണെങ്കിലും കുടിക്കുന്നു എന്നറിയുമ്പോ വിഷമിക്കുകയല്ലേ വേണ്ടത്? ഓ, ഇത്രയും വലിയൊരു മനുഷ്യന്റെ മാന്യത തകർന്നു വീഴുന്നത് കാണുമ്പോൾ ഞാൻ എങ്ങനെ സന്തോഷിക്കാതിരിക്കും എന്റെ അമ്മേ. പ്രേമേട്ടനോട് ആര് പറഞ്ഞു ഈ പച്ചക്കള്ളം? കണ്ടോ ആരും പറഞ്ഞതൊന്നുമല്ല, ഞാൻ എന്റെ ഈ രണ്ട് കണ്ണുകൊണ്ട് കണ്ടതാ. നീയും കുടിച്ചോ? അമ്മേ, ഞാൻ ഗോമസാറുമായിട്ട് അതിന്റെ വാതിക്ക സംസാരിച്ചോണ്ട് നിന്നപ്പം അവൻ ചുണ്ടും തുടച്ച് ആടി വന്ന് ബൈക്കിൽ കയറുന്നു. വേറെ എന്തിനെങ്കിലും കയറിയതായിരിക്കും. വേറെ എന്തിനെങ്കിലും ബ്രാൻഡ് ഷാപ്പിൽ കയറി അവരുടെ ചിട്ടിപ്പിരിവുണ്ടോ? നീ അവനെ പറ്റി പൊക്കി പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ച അവന്റെ കാര്യം പോക്കാന്നുള്ളത്. ഓട്ടോയ്ക്ക് പൈസ കൊടുത്തിട്ടില്ല. ഇതാരുടെ കണ്ടുപിടുത്തവാ? പ്രേമേട്ടൻ കണ്ടെന്നാ പറഞ്ഞത്. സുലോചനയോടാകുമ്പോ എനിക്ക് പറയാലോ. കഴിഞ്ഞ മാസം രാജേട്ടന്റെ അമ്മാവൻ വന്നപ്പോ ഒരു ബോട്ടിൽ കൊണ്ടുവന്നു. പുള്ളിക്കാരൻ മിലിറ്ററിയില്ല. കമ്പനിക്ക് വേണ്ടി ഒന്ന് കൂടാൻ പറഞ്ഞിട്ട് രാജേട്ടൻ ജന്മം ചെയ്താൽ സമ്മതിക്കില്ല. അവസാനം ഞാൻ കൂടെ നിർബന്ധിച്ചിട്ടാ ശകലം കുടിച്ചത്. എന്നിട്ടെന്താ, അതപ്പ തന്നെ ഛർദിച്ചു. മദ്യത്തിന്റെ മണം തട്ടിയാ രാജേട്ടൻ നോക്കാനും വരും. രാധിക ഇത് അദ്ദേഹത്തോട് ചോദിക്കണ്ട. പ്രേമേട്ടന് ആള് തെറ്റിയതായിരിക്കും. ചോദിച്ചാലും കുഴപ്പമില്ല. ഇങ്ങനൊരു കാര്യം അറിഞ്ഞിട്ട് രാജേട്ടനെ മറച്ചു വെക്കാന്ന് പറഞ്ഞാ എനിക്കാ വിഷമം. ആ, കുടിക്കേ. ഇന്ന് രാധയ്ക്ക് എന്താ പറ്റി? ഒന്നും പറ്റില്ല. ഇന്ന് ഞാൻ തന്നെ കൊണ്ടുവന്ന് ആക്കണമെന്ന് മോന് നിർബന്ധം. അച്ഛൻ ഞങ്ങൾക്ക് ഇന്ന് ക്രയോൺസ് മേടിച്ചു തരും. ദീപു വന്ന് നമുക്ക് ഒന്നിച്ചിരുന്ന് പടം വരയ്ക്കാം. ഡാഡി അതെനിക്ക് എപ്പോഴേ മേടിച്ചു തന്നു. അയ്യോടാ, മോൻ അതെടുത്തോണ്ട് പോയി ഈ ചേച്ചിമാരുടെ കൂടെ ഇരുന്ന് വരയ്ക്കണം കേട്ടോ. കോസ്കോപ്പിനും കോറക്സും തീർന്നു. പുതിയ സാമ്പിൾ ഒന്നും വന്നില്ലേ? വെറുതെ കിട്ടുന്നാന്ന് വിചാരിച്ച് എപ്പോഴും കൊടുക്കണ്ട. തരാൻ പ്രയാസാണെങ്കിൽ അത് പറഞ്ഞാ പോരെ? അയ്യോ, അതുകൊണ്ടല്ല. മെഡിസിൻസ് അധികം കഴിച്ചാലും കുഴപ്പമാ. മിക്കതും ആന്റിബയോട്ടിക്സാ. രാധികയോട് പറഞ്ഞ ആവശ്യമുള്ളത് വാങ്ങിച്ചോളൂ.
ഞാനിപ്പോ വരാം. സാറിന്റെ നേരത്തെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. മോൻ അറിയോ ഈ അങ്കിളിനെ? അറിയാം, ദുശാസനങ്ങളല്ലേ? അയ്യോ, ആന്റി വിളിക്കുന്നു എന്ന് കരുതി മോൻ അങ്ങനെ വിളിക്കാൻ പാടില്ല. മോൻ കോളേജിലാകുമ്പോ പഠിപ്പിക്കേണ്ട സാറല്ലേ? ഈ സാർ എന്നെ പഠിപ്പിക്കണ്ടേ, ഈ സാറ് തല്ലും. അവിടെ എപ്പോഴും ഈ വഴക്കും സംസാരമൊക്കെ കേട്ടിട്ടാ കുട്ടികൾ ഇതൊക്കെ പെട്ടെന്ന് കാച്ച് ചെയ്യുമല്ലോ. മോഞ്ചല് ഭയങ്കര കുസൃതിയാ. കുട്ടികൾ ഇത്തിരി ഓവർ സ്മാർട്ട് ആവുന്നത് നല്ലതാ. കറക്റ്റ്. മുതിർന്നവർ അത്രയ്ക്ക് അങ്ങോട്ട് ആകരുതെന്നല്ലേ സാർ ഉദ്ദേശിച്ചത്? ഞാനും ആ പക്ഷക്കാരനാ. പ്രത്യേകിച്ച് കോളേജ് ലെക്ചർ എന്നൊക്കെ പറയുമ്പോ കുറച്ചുകൂടെ ഡീസന്റ് ബിഹേവിയർ ആളുകൾ പ്രതീക്ഷിക്കും. എന്റെ ബിഹേവിയറിന് ഇപ്പൊ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ബാറിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു എന്നൊക്കെ പെണ്ണുങ്ങളോട് പറയുന്നത് ഭയങ്കര ചീപ്പാ. ജാതി ആയതുകൊണ്ട് അത് ഇഷ്യൂ ആക്കിയില്ല. മോക്ക് എന്നെ നന്നായിട്ട് അറിയാം. വേറൊരു പെണ്ണായിരുന്നെങ്കിൽ കുടുംബകലഹം ഉണ്ടാവാൻ ഇത് ധാരാളം മതി. ഓട്ടോ അങ്ങനെ അങ്ങ് പോകാതെ. ഈ ബാറിൽ നിന്ന് ഇറങ്ങി വരുന്നവരൊക്കെ മദ്യപാനികളാണെന്ന് ഏത് പാഠപുസ്തകത്തിലാണ് സാറേ പറഞ്ഞിരിക്കുന്നത്? വേഗം പോടും. ഈ പരദൂഷണം കോളേജ് ലെക്ചറൊക്കെ ചേർന്നല്ല കേട്ടോ. ചെല്ല്. जयप्रकाश नारायण बिहार की ढाका जिले में सन 1945 में पैदा हुआ है. എന്നെ കാണാമെന്നും പറഞ്ഞ് സാറ് ജയപ്രകാശിനെ അയച്ചോന്നാണ് ഞാൻ വന്നതെന്ന്. 5ാം പാഠത്തിലെ ഹിന്ദി കേൾക്കാനല്ല തന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. എന്നാ 6ാം പാഠത്തിലെ പറയാം. ആജ് ഭാരത് की युवक सरकारी नौकरी की प्रतीक्षा करती है. എനിക്ക് മനസ്സിലായില്ല. സാർ എന്ത് പറഞ്ഞാലും അത് അനുസരിക്കാൻ തയ്യാറായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന്. എന്നാ തയ്യാറായിക്കോ. ഏ കേവൽ ഉൽക്ക ഫൂൽ കൈ ബാർ खीरा मूर्छाया मधुओं को मकरंद सखाया किंतु असहा है जीवन में बेवकूफ. അയ്യോ, എനിക്കൊന്നും മനസ്സിലായില്ല. നാളെ മുതൽ താൻ ഈ കോളനി ജോലിക്ക് വരണ്ടാന്ന്. സാറിന് നല്ല മൂഡിലാണല്ലോ, എന്തു പറ്റി? തന്നെ പറഞ്ഞു വിടുന്നതിലുള്ള സന്തോഷം കൊണ്ടാ. തന്റെ തന്ത ഗൂർക്ക കരഞ്ഞു പറഞ്ഞതുകൊണ്ടാ ഇന്റർകാസ്റ്റ് ഗൂർക്കയായിട്ടും തന്നെ ഞാൻ ഇവിടെ ജോലിക്ക് ഇരുത്തിയത്. ആ സ്നേഹവും ബഹുമാനവും എനിക്ക് എപ്പോഴും സാറിനോടുണ്ടല്ലോ. പക്ഷെ കോളനിക്കാർക്ക് എന്നോടുണ്ടായിരുന്ന സ്നേഹവും ബഹുമാനവും പോയി. അസോസിയേഷൻ സെക്രട്ടറി എന്ന നിലയിൽ സിനിമാസ്കോപ്പ് പടം പോലെ ഷൈൻ ചെയ്തിരുന്ന ഞാൻ ഇപ്പൊ ഫംഗസ് ഏറിയ കാസറ്റ് പോലെ. നമുക്ക് ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്യലിന്റെ ഭാഗമായിട്ടാണ് തന്നെ പറഞ്ഞു വിടുന്നത്. അതിനോട് എന്ത് സംഭവിച്ചു? കള്ളന്മാരുടെ ശല്യം പെരുകുന്നു. പട്ടാപ്പകല് കോളേജ് കുമാരിമാരുടെ ആഭരണങ്ങൾ പിടിച്ചു പറിക്കുന്നു. പിടിച്ചു പറിച്ചവനെ പിടിച്ചല്ലോ. അത് പോലീസല്ലേ. മാല പൊട്ടിച്ച കാര്യമേ അവൻ സമ്മതിച്ചിട്ടുള്ളൂ. ബാങ്ക് മാനേജറുടെ മതിലിയാടിയ കാര്യം ഏറ്റിട്ടില്ല. അത് പോലീസുകാരെ കൊണ്ട് കൊള്ളാഞ്ഞിട്ടാ. രണ്ട് പൂച്ചൂടെ പൂച്ചിരുന്നെങ്കിൽ അവൻ ഏറ്റനെ. പോലീസിനെ കൊണ്ട് കൊള്ളാത്ത സ്ഥിതിക്ക് ചോറിനെ ഞാൻ തന്നെ പിടിക്കാം. ചോറിനെ പിടിച്ച് താൻ ഉരുട്ടി വിഴുങ്ങും. എപ്പോ കോ തീൻമൂർത്തി ഭവൻ. സാർ എനിക്കൊരു 3 മാസം അവധി കൂടി തരണം. അതിനുള്ളിൽ കള്ളനെ പിടിച്ചില്ലെങ്കിൽ ഒരു 3 3 മാസം അവധി കൂടി തരണം. എന്നിട്ടും പിടിച്ചില്ലെങ്കിലോ? പിന്നെ അങ്ങോട്ട് സമയം കിടക്കില്ലേ, ഇഷ്ടം പോലെ നീട്ടാമല്ലോ. സാധ്യമല്ല. ഹിന്ദി തീരെ അറിയാൻ പാടില്ലാത്ത ഒരു ഗൂർഖ എന്ന നിലയിൽ തനിക്ക് ഞാനൊരു 3 മാസത്തെ സമയം തരും. അതിനുള്ളിൽ കള്ളനെ പിടിച്ചില്ലെങ്കിൽ സിക്കന്ദർക്ക് മുക്കന്ദർ തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. സാത്തി മേരാ സാത്തി. ദോസ്തി. കള്ളന്മാരെ പിടിക്കുന്ന കാസറ്റുള്ള വേണോ? കള്ളനെ പിടിക്കുന്ന കാസറ്റ് ഇറങ്ങിയിട്ടുണ്ടോ? ഇറങ്ങി. അത് ചുമ്മാ വെറുതെ വെച്ചാൽ മതി, അതിന്റെ പുറത്ത് മരുന്ന് വല്ലതും പുരട്ടണം. അല്ല, ചുമ്മാ ഇങ്ങനെ ഇട്ടാ മതി, കള്ളൻ തട്ടി വീണോളൂ. അച്ചൂസിക്ക് പോ. അയൽപക്കത്തുകാരൻ ഒരു ഉപദ്രവകാരിയാണെന്ന് സാർ വിചാരിക്കുന്നുണ്ടാവും. സതിയുടെ മാല പൊട്ടിച്ചതിന്റെ പേര് ഞാൻ പെറ്റീഷൻ കൊടുത്തപ്പോ അത് സാറിന് മാനസിക പ്രയാസം ഉണ്ടാക്കുമെന്ന് വിചാരിച്ചില്ല. ഓ, അത് സാരമില്ല. മാനക്കേട് വരുത്തി വെച്ചിട്ട് മാപ്പ് പറയുന്ന അർത്ഥമില്ലെന്നറിയാം. എങ്കിലും പറയാ, ക്ഷമിക്കണം. അവൻ പഠിക്കുന്ന ചെറുക്കനല്ലേ, അതെങ്കിലും സാറിന് ഓർക്കാമായിരുന്നു. അതെ, ഓർക്കാമായിരുന്നു. തെറ്റായിപ്പോയി. ആ ഗ്യാങ്ങിൽ ഇവിടുത്തെ കുട്ടിയുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്റെ അളിയന്റെ കയ്യിലിരിപ്പും ശകലം മോശ. അതിന് മറ്റുള്ളവരുടെ പുറത്ത് വഴിയാറേണ്ട കാര്യമില്ലല്ലോ. മാല കിട്ടിയോ സാർ? കയ്യിൽ കിട്ടിയില്ല. അതിപ്പോ വെറും മാലയല്ലല്ലോ, തൊണ്ടിയല്ലേ. സമയമെടുക്കും. ആരാ പ്രതി? ഒരു ഇസ്മായില, സിറ്റിയിലെ ഒരു ലോഡ്ജ് റൂമിൽ നിന്നാ പിടിച്ചത്. അയാളുടെ ബൈക്ക് എവിടുന്ന് മോഷ്ടിച്ച. എന്നാ ഇറങ്ങട്ടെ, വരട്ടെ. സുധിയെല്ലാം മോഷ്ടിച്ചെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ.